ഹായ് ഗൈസ്, പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നത്തിന്റെ ഡേ 7 കംപ്ലീറ്റ് അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. കുറേ അപ്ഡേറ്റ് ഉണ്ട്. അതായത് അവരുടെ ആർമി ചീഫ് അസിം മുനീർ നാടുവിട്ടതായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ആർമി ഓഫീസേഴ്സ് റിസൈൻ ചെയ്യുന്നു. ടർക്കിയിൽ നിന്ന് പുതിയൊരു വിമാനം വന്നിരിക്കുന്നു. UK നടക്കം പുതിയൊരു വിമാനം പാകിസ്ഥാന് സഹായമായി എത്തി എന്ന് പറയുന്ന റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള പല അപ്ഡേറ്റുകളുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യ എപ്പോഴായിരിക്കും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഉള്ള കാര്യത്തിനും ഏകദേശം ഒരു തീരുമാനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ഒരേ ഒരു കാര്യം മാത്രം പറയാം. അതായത് നമ്മുടെ ചാനൽ ആരൊക്കെയോ ചേർന്ന് മാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീവ്രവാദികൾക്ക് എതിരെ സംസാരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് വരുന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും അതുപോലെ തന്നെ ഡെയിലി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ചാനലിന്റെ ഇംപ്രഷൻ 20,000 ഒരു വീഡിയോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വെറും 1000 പോലും കിട്ടാത്ത അവസ്ഥയിലൂടെ യൂട്യൂബ് കട്ട് ഡൗൺ ചെയ്തു. ഇത് റിപ്പോർട്ടിംഗ് കാരണം. അതുകൊണ്ട് പരമാവധി അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ഇന്നടിക്കും നാളെ അടിക്കും എന്ന് പറഞ്ഞ് ഇന്ന് 7 ദിവസം കഴിഞ്ഞല്ലോ, ഇതുവരെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു മൂവും നീക്കാത്തതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയേണ്ടത്. അതായത് ഇന്ത്യ സൈക്കോളജിക്കൽ പരമായിട്ടാണ് ഈ ഒരു കാര്യം നീങ്ങുന്നത്. അതായത് ഒരു യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതിൽ നിന്ന് കൃത്യമായി പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ മാത്രമോ ആ യുദ്ധത്തിൽ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ നമുക്ക് വലിയ പരാജയമാണ് ഉണ്ടാവുന്നത്. ഇതിൽ ഇന്ത്യ ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് മെത്തേഡാണ്. ഒന്നാമത്തത്, നമ്മൾ പരമാവധി അവർക്ക് എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഇത് സിന്ധു കരാറായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കരാറും റദ്ദാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും പറയാം, വെള്ളം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു 15 വർഷമാവും അവിടെ ഒരു ഡാം കെട്ടാന്ന്. പക്ഷെ അതുകൊണ്ട് മാത്രം കഴിയുന്നില്ല. അതായത് ഇതുവരെ നമ്മൾ ഇത്ര മഴ കൂടി അതുകൊണ്ട് ഇത്ര വെള്ളം തുറന്നുവിടും എന്നൊക്കെയുള്ള ഒരു ക്ലിയർ നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്നു. ഇനി നമുക്കത് കൊടുക്കാതെ തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വെള്ളം കൂടുതലായി തുറന്നുവിടാം. ഇപ്പോൾ റീസെൻ്റായി നടന്ന പോലെ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നവും നമ്മൾ ഒരു സൈഡിലൂടെ ചെയ്തു പോകുന്നുണ്ട്. അപ്പുറത്തെ ഒരു സൈഡിൽ പാകിസ്ഥാനെ പ്രഷർ നിർത്തുകയാണ്. അത് ഇന്ത്യ എന്താണ് ചെയ്യുന്നതെന്ന് പാകിസ്ഥാന് ഇതുവരെയും ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പാകിസ്ഥാൻ നേതാക്കളെല്ലാം തന്നെ അവിടെ കിടന്ന് പിച്ചുമ്പയും പറയുന്നത്. അതായത് ഉദാഹരണത്തിന്, ഞങ്ങളുടെ കയ്യിൽ അണുബോംബുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അത്ര ചില്ലറക്കാരല്ല, നിങ്ങളെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അവരൊരു യുദ്ധത്തിൽ തോറ്റു എന്ന് അവർ ഓൾറെഡി സംഭവിച്ചു. അതായത് ഈ യുദ്ധത്തിൽ തോക്കുമ്പോഴാണ് നമ്മൾ അണുവായുധത്തിലോട്ടെല്ലാം ചിന്തിക്കുക. അത് ഓൾറെഡി അവർ ഡിസൈഡ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അവരുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, അതായത് ഇന്ത്യ അടുത്തൊരു 72 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് ഇത് അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ടാണോ എന്നറിയില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അവൻ പറഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ അടുത്ത 72 മണിക്കൂറിൽ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഇതുവരെ 67 രാജ്യങ്ങളുമായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റി. അതായത് ഈ തീവ്രവാദം എങ്ങനെയൊക്കെയാണ് നമ്മളെ പ്രശ്നമുണ്ടാക്കുന്നതെന്ന്. അതിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ അതിന് പിന്തുണയുണ്ടെന്ന്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട കാഷ് പട്ടേൽ, ഡൊണാൾഡ് ട്രംപ്, തുളസി ഗബാർഡ്, അങ്ങനെയുള്ള എല്ലാവരും നമുക്ക് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. റഷ്യ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമാബാദിനെ വെച്ച് നോക്കുമ്പോൾ ടർക്കി സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ടർക്കിയിൽ നിന്ന് ഒരു കാർഗോ വിമാനം വന്നതായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് വെപ്പൺസ് ആണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞു. ഇന്ന് ടർക്കി അത് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇത് കാർഗോ വെപ്പൺസ്, അതായത് വെപ്പൺസ് ഒന്നുമല്ല, ഞങ്ങൾ ഫ്യൂവലിങ്ങിന് വേണ്ടി ചെയ്തതാണ്. അതായത് കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല എന്തിനു വന്നാണ്. പക്ഷെ എങ്കിലും ഞങ്ങൾ പാകിസ്ഥാനിന്റെ കൂടിയാണ് ടർക്കി പറഞ്ഞിട്ടുണ്ട്. ചൈനയിൽ നിന്നും കുറെ വെപ്പൺസ് പോയതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ ചൈനയും ഇത് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ല. ഈ ഒരു സമയത്താണ് UK എന്നൊരു കാർഗോ പ്ലെയിനും കൂടെ ഇതേ പാകിസ്ഥാനിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ള കാര്യം ഇതുവരെയും കൺഫേം ആക്കിയിട്ടില്ല. അങ്ങനെയാണ് ഇത് മൊത്തം നീങ്ങുന്നത്. അതായത് പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ നിന്ന് പാകിസ്ഥാൻ ആർമി ചീഫായ അസിം മുനീറിനെ കാണാനില്ല എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വരുന്നത്. ഇത് ഒഫീഷ്യലായി കൺഫേം ചെയ്തല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെല്ലാം തന്നെ കംപ്ലീറ്റ് സേഫായിട്ട് ഫോറിൻ രാജ്യത്തോട്ട് മാറ്റിയതായിട്ട് ഓൾറെഡി റിപ്പോർട്ട് വെരിഫൈ ചെയ്താണ്. ഇത് പാകിസ്ഥാൻ മീഡിയ തന്നെ ഒഫീഷ്യലി കൺഫേം ചെയ്താണ്. പക്ഷെ അസിം മുനീർ അന്നത്തെ അറ്റാക്കിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും അതായത് ഒരു മീഡിയ പ്രസ്സിലോട്ട് വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുമാത്രമല്ല, അവരുടെ PM ആയ ഷെബാസ് ഷെരീഫ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഷെബാസ് ഷെരീഫിന്റെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് മുൻപ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്ററായ അദ്ദേഹം പറഞ്ഞത്, അതായത് ഈ വട്ടം അത്ര ഇന്റൻസീവായി ഇന്ത്യനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തത്. കാരണം അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ തന്നെയാണ് ബാക്ക് ഫയർ ആകാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് പാകിസ്ഥാന്റെ എക്കണോമി തന്നെയാണ്. അവരുടെ എക്കണോമി കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 1 ലിറ്റർ പാലിന് തന്നെ 300 രൂപയാണ്.
യുദ്ധം വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം പ്രൈസ് ഡബിൾ ആവുകയുള്ളൂ, അല്ലാണ്ട് കുറയാൻ ചാൻസസ് ഇല്ല. ഇതുകൊണ്ടെന്നാണ് സാധാരണ ജനങ്ങൾ അവിടെ പട്ടിണി കിടക്കേണ്ടി വരും. ഓൾറെഡി അതായത് അവരുടെ രാജ്യത്തോട്ട് വിദേശ ഫോറിൻ ഫണ്ടിങ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ചെറുതായി വരുന്നുണ്ട് എന്ന് കഴിഞ്ഞ വട്ടം IMF പറഞ്ഞത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പിൻവലിക്കേണ്ട ഒരു സ്റ്റേജിലോട്ട് പോകും. അതായത് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഇന്ത്യക്കും അതിൽ നഷ്ടമുണ്ട്, കുറെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയും, അതേപോലെ തന്നെ പാകിസ്ഥാനും പ്രശ്നമുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ എക്കണോമി വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അഫക്റ്റ് ആവാൻ പോകുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധം എന്നുള്ളത് ഏറ്റവും കൂടുതൽ പേടി തരുന്ന ഒരു സ്വപ്നമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ പേടിക്കുന്നത്. ഇനി ഇന്ത്യൻ നേവിന്റെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ അപ്ഡേറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ നേവി ഇപ്പോൾ എല്ലാ തരത്തിലുള്ള മിസൈലുകളും ടെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ഇന്ത്യൻ നേവി കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന കറാച്ചിനെ ആയിരിക്കും. ഈ കറാച്ചിനെ ടാർഗറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കറാച്ചിയാണ് പാകിസ്ഥാനിന്റെ പ്രധാന പോർട്ട്. ഇതിലൂടെയാണ് അവരുടെ 60% ട്രേഡ് നടക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 70% ഓയിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കുന്നതും ഇതിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ പോർട്ടിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ ഈ പോർട്ടിലോട്ട് വരുന്ന കംപ്ലീറ്റ് ഇതും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ യുദ്ധം തുടങ്ങി കുറച്ച് നാളുകൊണ്ട് തന്നെ ഈ ഓയിലെല്ലാം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഓയിൽ സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയുന്ന പലതരത്തിൽ അണുവായുധം ഉപയോഗിക്കുന്നവരുടെ പല കാര്യത്തിലും ഇവർക്ക് വലിയ പ്രശ്നമുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അതായത് ഈ നേവി, പാകിസ്ഥാൻ നേവി വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പാകിസ്ഥാന് നല്ലവണ്ണം അറിയാം. ഇപ്പോൾ വീണ്ടും രാജ്നാഥ് സിംഗ് ഇന്നലെ അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിക്കടി നടക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ അതായത് ഇന്നലത്തെ മീറ്റിങ്ങിൽ പ്രധാനമായും പറഞ്ഞത് നമ്മുടെ 3 അതായത് ഫോഴ്സും കംപ്ലീറ്റ് റെഡി സ്റ്റേജിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത മൂവ് എന്താന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കാര്യം. അതായത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറ്റ് വാട്ട് കോസ്റ്റ്, അതായത് ഈ ഒരു അറ്റാക്കിലൂടെ നമ്മൾ എന്താണ് ലക്ഷ്യമിടുന്നത്. ഒന്നെങ്കിൽ POK തിരിച്ചു പിടിക്കാനാണെങ്കിൽ അത് എങ്ങനെ പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ വെറുതെ തീവ്രവാദികൾക്ക് അവിടെയും ഇവിടെയും അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അത് എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള പ്രധാന ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഒപ്പം ഇപ്പോൾ ഒരു ഷോക്കിംഗ് ആയ ന്യൂസ് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. ANA ഒക്കെയാണ് പബ്ലിഷ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ പെഹൽവാൻ അറ്റാക്ക് നടക്കുമ്പോൾ അതിലൊരു സിപ്പ് ലൈനിലൂടെ പോകുമ്പോൾ അവിടെ ഒരു സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അതായത് വീഡിയോ എടുക്കുന്ന ആ ഒരു സ്റ്റേജിൽ വെടിശബ്ദം കേൾക്കുമ്പോൾ അവൻ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്ന ആ ഒരു കാര്യം, ഓരോ വെടിശബ്ദം കേൾക്കുമ്പോഴും അവൻ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇവൻ ഓരോ വെടി നിൽക്കുമ്പോഴും അല്ലാഹു അക്ബർ. അപ്പോൾ ഇവന് ഇത് ഓൾറെഡി അറിയാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്, നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി 15 പേര് ഡയറക്റ്റായി ഇൻവോൾവ് ആയതായിട്ട് NIA റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ അതായത് മൊസാദും അതുപോലെ തന്നെ NIAയും ചേർന്നുകൊണ്ട് പല ഇൻഫർമേഷനും കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം ഡയറക്റ്റ് ലിങ്കുള്ള ഇൻഫർമേഷൻ ഇന്ത്യക്ക് കിട്ടിയതായിട്ടും പറയുന്നുണ്ട്.